ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രാഹാമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാഹാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തുള്ള വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാഹാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. പരമകാരുണ്യവാനായ കർത്താവ് 75-ാമത്തെ വയസ്സിൽ അബ്രാഹത്തെ വിളിച്ചിട്ട് സർവ്വതും വിട്ട് ഒരു ദേശം കാണിച്ചു തരിക, ആ ദേശത്തേക്ക് പോകാൻ പറയുന്നു. കർത്താവിൻ്റെ അരുളിപ്പാടിനെ പൂർണ്ണമായും ആമേൻ പറയുകയാണ് ഈ 75-ാമത്തെ വയസ്സിൽ അബ്രാഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം തൻ്റെ സഹോദരൻ്റെ പുത്രനും ലോത്തും കൂട്ടത്തിൽ കൂടി. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ്. സാമ്പത്തികപരമായി നല്ല സിറ്റുവേഷനുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ സ്ഥലവും ബാക്കി കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പരദേശിയായിട്ട് ഇങ്ങോട്ട് വിട്ടുപോരുന്നത്. പറഞ്ഞത് കർത്താവായതുകൊണ്ട് വിശ്വസ്തതാപൂർവം അബ്രാഹാം അതിന് ആമേൻ പറഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളും കൂടെ നമുക്ക് നോക്കാം. അബ്രാഹാമും ലോത്തും. അബ്രാഹാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗമിൽ നിന്നും ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരം അടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങൾക്കും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്ക് വയ്യാതായി. അബ്രാഹാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്തെ കാനാൻകാരും പെരിസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക. ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത് ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. വലത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത് ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരം അടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തിനൂടെ സഹോദരപുത്രൻ പോയി. അതിന് പോകുന്ന വഴിക്ക് പരസ്പരം കലഹമുണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാൻ പറഞ്ഞു. അതും അബ്രാഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോ. നമ്മളാണെങ്കിൽ പറയും നമുക്ക് കുറച്ച് കൊള്ളാവുന്ന എടുത്തിട്ട് മറ്റുള്ളവനോട് വേറെ എങ്ങോട്ടെങ്കിലും ആ സ്ഥലത്തേക്ക് വേണമെങ്കിൽ നീ പൊക്കോ. കാരണം വിളിച്ചത് അബ്രാഹത്തെയാണ്. പക്ഷേ അബ്രാഹാം പറഞ്ഞത് അങ്ങനെയല്ല. നിനക്കിഷ്ടം അവിടെയാണെങ്കിൽ അങ്ങോട്ട് പോകും, നിനക്കിഷ്ടം ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് പോകും. അങ്ങനെ പറഞ്ഞ് ലോത്ത് നല്ല സ്ഥലം കണ്ടെത്തി. പിന്നീട് ആ സ്ഥലമാണ് കർത്താവ് നശിപ്പിക്കുന്നത്. സമ്പത്തിൻ്റെ അതിപ്രസരം മൂലം പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ജനം കടന്നുപോയി. സ്വവർഗരതിയും മറ്റുള്ള പാപങ്ങളും അവിടെ അടിഞ്ഞുകൂടിയപ്പോൾ ആ നഗരത്തെ കർത്താവ് നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്ന് കടന്നു പോയാൽ ഇന്നാണ് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അബ്രാഹത്തിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്.
ഇന്ന് സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ അതിൽ മതിമറന്ന് ലഹരിയിലും ബാക്കിയുള്ള ജഡീയപാപങ്ങളിലും സർവ്വ മ്ലേച്ഛതകളിലും മുഴുകിയായിരിക്കും നമ്മളും ജീവിക്കുന്നത്. മറ്റുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, മറ്റുള്ളവരെ കാണാൻ പറ്റില്ല. നമുക്ക് സാധാരണക്കാരെ നമ്മൾ അറിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും നമ്മുടെ ജീവിതം. അബ്രാഹത്തെ സംബന്ധിച്ച് സാമ്പത്തികപരമായി നല്ല പുഷ്ടിയുള്ളൊരു മനുഷ്യനായിരുന്നു. അവിടെ നിന്നാണ് കർത്താവ് വിളിക്കുന്നത്. ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. സ്ഥലവും കാര്യങ്ങളുമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവ് പറയുകയാണ്, ആ വാക്കിനെ അനുസരണ കൊടുത്ത് തിരിച്ചു പോരുകയാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങൾ വെച്ച് നീട്ടുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനായിരിക്കുന്നു. ഈ വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു സ്റ്റേജിനെ കുറിച്ച് ചിന്തിക്കുക. വിശുദ്ധ കുർബാന കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നുപെട്ടിരിക്കുക. ആ സമയത്താണ് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഈശോയെ സ്വീകരിക്കാനും ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. മറുവശത്ത് അവിടെ സ്വർണം ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള സ്വർണം വെച്ച് നീട്ടുകയാണ്. സ്വർണം ഇങ്ങോട്ട് വന്നാൽ സ്വർണം തരാം, ഇപ്പുറത്തേക്ക് വന്നാൽ ബലിയർപ്പിക്കാം. ഏത് സ്വീകരിക്കും? സ്വർണം വേണോ, ബലിയർപ്പിക്കണം? ബലിയർപ്പിക്കാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിൽ ബലിയർപ്പണം നടക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ബലിയർപ്പണത്തിൻ്റെ അവസരം കിട്ടുകയാണ് ഈശോയെ സ്വീകരിക്കാൻ. നമ്മൾ ഏത് ഭാഗത്തും തിരഞ്ഞെടുക്കും? സ്വർണം വേണോ അതോ ഈശോയെ വേണോ? ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? ഒരു വിശുദ്ധീകരണം എന്നിലും നിങ്ങളിലും നടക്കേണ്ടതുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. എല്ലാം നശിച്ച് ചാമ്പലായി കത്തി നശിച്ച ആ ഒരു ലോത്ത് കണ്ടെത്തിയ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പുഷ്ടിയും ആ ഒരു അവസ്ഥയുമാണോ നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്? അതോ നിത്യമായ സന്തോഷം ലഭിക്കുന്ന കർത്താവിനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണോ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.